ഇന്ന് നമുക്ക് ബീട്രൂട്ട് കൊണ്ട് ഒരു ഈസി റെസിപ്പി നോക്കാം. ഇത് കുട്ടികളെയൊക്കെ കഴിപ്പിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിൻലി ഇതിൽ ബീട്രൂട്ടാണ് ആവശ്യം. പിന്നെ നമ്മുടെ സ്പൈസസും അഡീഷണലായിട്ട് കടലമാവും, അരിപ്പൊടി, ഉപ്പ്, മല്ലിയില, കറി ലീവ്സ് ഇത്രയും ഞാൻ ചേർത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഞാനിതിലേക്കൊരു 3 മീഡിയം സൈസ് ബീട്രൂട്ടും ഒരു ഓണിയനും കൂടി ഇട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ചോപ്പ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കറി ലീവ്സും മല്ലിയിലയും, അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഉള്ളതുപോലെ ഇടുക. മല്ലിയില വേണമെന്ന് നിർബന്ധമില്ല. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ മല്ലിയില ഉപയോഗിക്കണമെന്നില്ല. കറി ലീവ്സും മല്ലിയിലയും കൂടി ഇട്ട് ഞാൻ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തു. അത് നന്നായിട്ട് ചോപ്പ് ചെയ്ത ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും, 2 ടീസ്പൂൺ അരിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് അഡീഷണലായിട്ട് വെള്ളം ചേർക്കുന്നില്ല. ഈ ബീട്രൂട്ട് നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്യുമ്പോഴത്തേനും അതിൽ തന്നെ വെള്ളം ഇറങ്ങും. അതാണ് നമ്മൾ മിക്സിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇത് ഞെരടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഇൻ കേസ് അത് പൊടിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കടലമാവ് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേനും അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്നുകൂടെ ഇട്ട് നന്നായിട്ട് ഷേപ്പാക്കി നോക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഇത് നല്ല ഫ്രഷ് ബീട്രൂട്ട് ആയതുകൊണ്ട് എനിക്ക് നല്ലപോലെ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ തിരുമ്മി പിഴിയുമ്പോഴത്തേനും വെള്ളം ഇറങ്ങുന്നുണ്ട്. സോ ഞാൻ കുറച്ചും കൂടി കടലമാവ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി അതിനൊന്ന് ബൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഷേപ്പാക്കി ഒന്ന് നോക്കി ഇത് പാകമാണെന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്കിനിപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു ഫിംഗർ ഷേപ്പിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ നല്ലതാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലപ്പോൾ ക്ലിക്കായാലോ. വേണ്ട, നല്ല അടിപൊളി ബീറ്റ്റൂട്ട് ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മയണീസിൻ്റെ കൂടെയോ കെച്ചപ്പിൻ്റെ കൂടെയോ കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇത് കണ്ടാൽ തന്നെ നമുക്കൊന്ന് തിന്നാൻ തോന്നും ഇല്ലേ? ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ.